ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ ബീട്രൂട്ട് വെച്ചിട്ട് ഒരു സാലഡ് പ്രിപ്പയർ ചെയ്യാനാണ് പോണത്. അതൊരു വിശേഷപ്പെട്ടതാണ്. അതെന്താണെന്ന് ഞാൻ പറയാം. അതിന് മുമ്പ് ഞാൻ ബീട്രൂട്ടിനെ പറ്റി കുറച്ച് പറയട്ടെ. ബീട്രൂട്ടിനെ ശരിക്കും ആൾക്കാർ പറയുന്നത് ഇറ്റ് ഈസ് എ വൈബ്രൻ്റ് ആൻഡ് വെർസറ്റൈൽ വെജിറ്റബിൾ എന്നാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊരു സൂപ്പർ ഫുഡാണ്. അതിൽ ഒരുപാട് ന്യൂട്രിയൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. പല രോഗങ്ങൾക്കും ഇത് വളരെ നല്ലതാണ്. പക്ഷേ ഡയബറ്റീസുകാർക്ക് അത് വലിയ കലോറിക് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് കലോറി അതിലധികം ഇല്ല. അതുകൊണ്ട് ഡയബറ്റീസുകാർക്ക് മിനിമമായിട്ട് കഴിക്കാം. തീരെ കഴിക്കാൻ പറ്റാത്തൊരു വെജിറ്റബിൾ അല്ല ഡയബറ്റീസുകാർക്ക്. അത് ഏറ്റവും നല്ലത് എന്തിനാ വെച്ചാൽ ബ്ലഡ് പ്രഷർ ചുരുക്കാൻ. ബ്ലഡ് പ്രഷർ കൊണ്ടാണല്ലോ സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് എല്ലാം വരുന്നത്. അത് ചുരുക്കാൻ ഇടയിൽ ആഴ്ചയിൽ ഒരു 2-3 ദിവസം കഴിക്കുന്നത് നല്ലതാണ്. ദിവസം കഴിക്കുന്നുണ്ടെങ്കിൽ വളരെ കുറച്ചെങ്കിലും കഴിക്കാം. പക്ഷേ എല്ലാം അമൃതം വർഷം എന്ന് പറയില്ല, ജാസ്തി ആയാലേ. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇത് സാലഡ് രൂപത്തിൽ കഴിക്കാം. ബോയിൽ ചെയ്ത് കഴിക്കുന്നതിനേക്കാളും റോസ്റ്റ് ചെയ്ത് കഴിക്കാം, സ്റ്റീം ചെയ്ത് കഴിക്കാം. സാലഡിൽ പിന്നെ ഇതിന് ഏറ്റവും ഒരു നല്ലൊരു ജ്വല്ലറിയുടെ കളർ കൊടുക്കുന്നൊരു വെജിറ്റബിളാണല്ലോ. ഒരു പ്ലേറ്റിൽ വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളൊരു കളറായി കയ്യിൽ തട്ടിയ വരുന്ന കളറ്. അപ്പോൾ അതൊരു വളരെ നല്ലൊരു എല്ലാം കൊണ്ട് വളരെ ഗുണമായിട്ടൊരു സൂപ്പർ ഫുഡ് തന്നെയാണ്. അതിൽ ആ സൂപ്പർ ഫുഡ് എന്ന് പറയുന്നതിന് കാരണം തന്നെ ഈ ന്യൂട്രീഷൻസ് ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഇത് ബ്രെയിൻ ഹെൽത്തിന് വളരെ നല്ലതാണ്. പ്രായമായവർക്കും ഡിമെൻഷ്യയൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഇത് വളരെ നല്ലതാണ്. പിന്നെ എനർജി ഉണ്ടാവാൻ നല്ല കലോറി വലിയതായിട്ടില്ലേനും എന്നാലും ഈ അത്ലറ്റിക്സിനൊക്കെ ഈ കളിക്കാർക്കേ നല്ല പെർഫോമൻസിനൊക്കെ അവർ ഈ ഇതിന് വേണ്ടിയിട്ട് നിറയെ ബീട്രൂട്ട് കഴിക്കും. അങ്ങനെ പല പല ഗുണങ്ങളുള്ളതാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. മാംഗനീസ്, കോപ്പറൊക്കെയാണ്. മാംഗനീസൊക്കെ നമ്മുടെ ബോൺ ഫോർമേഷന് നല്ലതാണ്. കോപ്പർ നിറയെ എനർജി തരുന്നതാണ്. അങ്ങനെ പല പല ഗുണങ്ങളുള്ളതാണ് ഈ ബീട്രൂട്ട്. അപ്പം ഞാനിത് ഷെയർ ചെയ്യണത് ഈ ബീട്രൂട്ടിൻ്റെ തൊലികൾ കളയണം. ഇത് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ആലിയ ഭട്ട്, ബ്രിട്ടീഷ് ആക്ട്രസ്, അവരുടെ ഒരു ഷെയർ ചെയ്ത് കണ്ട ഒരു റെസിപ്പിയാണ് ഇത് കേട്ടോ. ഒരു സാലഡ്. അവർ നിങ്ങൾക്ക് അറിയാം എന്താ കാര്യം വെച്ചാൽ അവർ ഭയങ്കരമായിട്ട് വ്യായാമം, ന്യൂട്രീഷനൊക്കെ നോക്കുന്ന ഒരാളാണ്. അവർ നല്ല പോലെ ദേഹം കീപ്പപ്പ് ചെയ്യുന്ന ആളാണ്. ഞാൻ അവരുടെ ബ്ലോഗിൽ കൂടി കണ്ടതാണ് ഈ ഒരു റെസിപ്പി. ഇതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് കേട് ആഡ് ചെയ്യാണ്. ഇത് നല്ലൊരു വലിയ ബീട്രൂട്ടാണ്. അപ്പോൾ 1 കപ്പ്. നിങ്ങൾക്ക് അതിൻ്റെ അളവനുസരിച്ച് കുറയ്ക്കും കൂട്ടുമൊക്കെ ചെയ്യാം. പിന്നെ അതിനെ ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. തിളപ്പിക്കല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളച്ച വെള്ളത്തിലിട്ടിട്ട് അതിനെ ഒന്ന് എടുത്തു. ശരിക്കും സ്റ്റീം ചെയ്താലും മതി. ഞാനൊന്ന് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് എടുത്തു. എന്നിട്ട് അതിനെ പിഴിഞ്ഞിട്ടിടുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത് ചാട്ട് മസാലയുടെ ഒരു നിർബന്ധമില്ല. കുറച്ച് ജീരകപ്പൊടി വേണമെങ്കിൽ ഇടാം, കുറച്ച് കുരുമുളക് പൊടി ഇടാം. ഒന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി മാത്രം ഇടാം. ഞാൻ ഒത്തിരി ചാട്ട് മസാല ഇട്ടു. എന്നിട്ട് ഇതിനെ നന്നായി മിക്സ് ചെയ്തു. നോക്കിയപ്പോൾ ഉപ്പ് അതിൽ ലേശം ഉണ്ടെങ്കിലും എനിക്ക് ഉപ്പ് കുറച്ച് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ലേശം ഉപ്പിട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ. അത് നമുക്ക് നോക്കിയിട്ട് ഉപ്പിടുന്നത് അതിലേക്ക് ഉപ്പ് ഇത്രയുണ്ട് എന്ന് അറിഞ്ഞ ശേഷം നമുക്കൊന്ന് ആഡ് ചെയ്യാം. ഒരു നിർബന്ധമില്ല ചാട്ട് മസാല ആഡ് ചെയ്യുന്നത് ഞാൻ പ്രത്യേകം പറയണു. ജീരകപ്പൊടി ഇടാം, പിന്നെ മാംഗോ പൗഡർ ഇടാം. അത് പുളി കുറച്ച് വേണമെന്നും കൊടുത്ത് തോന്നുന്നു. ഇനി ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. നെയ്യിൽ ഇത് ചെയ്യുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. വെറുതെ വറുത്തിടുകയാണ് കേട്ടോ. എന്തായാലും അത് അങ്ങനെയൊന്നും വെന്ത് പോയിട്ടില്ല, വേവരുത് കേട്ടോ ബീട്രൂട്ട്. അത് ഞാൻ പറയാം. ബോയിൽഡ് വാട്ടറിൽ ഇടുകയാണ്. എന്നിട്ട് ഞാൻ അതിലേക്ക് ഇപ്പോൾ ആ പാനിലേക്ക് നെയ്യിൻ്റെ കൂടെ കടുകിട്ടു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ടു. ജീരകം അതിൽ പൊടിച്ചിട്ടാലും വറുത്തിടുമ്പോൾ നല്ലൊരു മണമുണ്ട് കേട്ടോ. പൊടിച്ചിട്ട് നിങ്ങൾ ഇട്ടോളൂ, പക്ഷെ വറുത്തിടുമ്പോൾ നല്ലൊരു മണമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടു. ഇതെല്ലാം ഇട്ടിട്ട് ഞാൻ അതിനെ ഒന്ന് ആ തൈരിലേക്ക് വറുത്തിട്ടു. നല്ലൊരു മണം കൊടുക്കുന്നുണ്ട് ഇത്. ഈ ബീട്രൂട്ട് ഒന്ന് നമ്മൾ ആ തിളച്ച വെള്ളത്തിൽ ഇടുമ്പോൾ അതിൻ്റെ കുറച്ചൊന്ന് കളർ പോകുന്നു മാത്രം. എന്താ വെച്ചാൽ ആ ഗ്രേറ്റ് ചെയ്തതിനെ അങ്ങനെ ഇടുകയാണെങ്കിൽ അതിൻ്റെ വെള്ളത്തോട് കൂടി വരുമ്പോൾ ഒരുപാട് കളറാണ്. അപ്പോൾ ഞാനൊന്ന് തിളച്ച വെള്ളത്തിലിട്ടെടുത്തു. ഇത് എക്സാക്ട്ലി അവരുടെ റെസിപ്പി തന്നെയാണ് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ഞാൻ
മല്ലിയിലയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് റോ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ കഴിക്കുന്നത് നല്ലതാണ്. എന്താ റോ എന്ന് പറഞ്ഞാൽ ഞാനതങ്ങനെ ഗ്രേറ്റ് ചെയ്ത് പച്ച കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അതിങ്ങനെ കഴിക്കുന്നത് ഒന്ന് തിളച്ച വെള്ളത്തിലിടുമ്പോൾ ഒരു സ്റ്റീമിങ് ഇഫക്റ്റ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് അതിന് സ്റ്റീം ചെയ്യുകയും ചെയ്യാമാണെങ്കിൽ അങ്ങനെയൊക്കെ കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് വളരെ സൂപ്പർ ടേസ്റ്റി സാലഡാണ് കേട്ടോ. അപ്പോൾ ആലിയ ഭട്ടിന് ഞാൻ നല്ലൊരു താങ്ക്സ് പറയുകയാണ്. എന്താ വെച്ചാൽ ഞാനിത് ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് എനിക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലായത് കൂട്ടുകാരെ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇത് എന്തായാലും ട്രൈ ചെയ്യൂ. ബൈ.